ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചെറിയൊരു ഹോം ടൂർ വീഡിയോ ആണ്. അതായത് നമ്മളിപ്പോൾ താമസിക്കുന്ന നമ്മളെ വീട്ടിലെ ഹോം ടൂർ അല്ല, നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന നമ്മുടെ തറവാടിലാണ് അല്ലേ? അതെ ഗൈസ്, നമ്മളിന്ന് നമ്മളെ പഴയ തറവാടിലോട്ടൊന്ന് പോകാൻ നമ്മളെ പഴയ ഒരു കുടുംബ വീടെന്നൊക്കെ പറയണല്ലേ? അതെ, കുടുംബ വീട്. അതായത് ഏകദേശം 80 വർഷത്തിന് മുകളിൽ, അതായത് 80-85 വർഷം പഴക്കമുണ്ട് നമ്മളെ പഴയ കുടുംബ വീട്. അതെ, നമ്മൾ ജനിച്ച വളർന്ന നമ്മളെ പഴയ നെസ്റ്റോ ഒക്കെ ഉള്ള. അതെ അതെ, പോയി നോക്കാം, അങ്ങോട്ട് പോയി നോക്കാം ഗൈസ്. ബൈ. നമ്മളങ്ങനെ നമ്മളെ കുടുംബ വീടിൻ്റെ താഴെ എത്തിയിരിക്കണം. താഴെ ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു തേരി കിട്ടും ഗൈസ്. ഇവിടെ ഈ ഒരു തേരി കയറി, ഈ കുത്തനെ തേരി കയറി മുകളിൽ എത്തിയാൽ മാത്രമേ നമുക്ക് തറവാടിലോട്ട് എത്താൻ പറ്റൂ. ഏകദേശം എത്ര കിലോമീറ്റർ വരും? നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം 2-2.5 കിലോമീറ്റർ വരും ഗൈസ്. അവിടെ ഫുള്ള് ആ വഴിയൊക്കെ ഫുള്ള് കരിയിലൊക്കെ ഇവിടെ കിടക്കുകയാണ്. ഇപ്പം റബ്ബറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഫുള്ള് കരിയിലേക്ക് വീണ് കിടക്കുകയാണ്, ഫുൾ തൊഴിഞ്ഞ് കിടക്കുകയാണ്. ഇത് കയറുന്നത് തന്നെയല്ലേ ടാസ്ക്? അന്ന് ആ നമ്മുടെ വീട്ടിന്റെ അവിടെ നിന്ന് 2-2.5 കിലോമീറ്റർ ഈ വീട്ടിന് വെക്കാനുള്ള സാധനമില്ല, അവിടെ നിന്ന് ചുമന്നാണ് ഇവിടെ കൊണ്ടെത്തിച്ചത്. സമ്മതിക്കണം. ഇപ്പൊ പണ്ട് നമ്മൾ കൊച്ചിലെ ഇതൊക്കെ ചുമ ഓടിക്കാറുമായിരുന്നു, ഓർമ്മയില്ലേ? നമുക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും ഓടി താഴെ പോകണം, ഓടി മേളിൽ പോകണം, ഇറങ്ങണം, അതൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ കുറെ നാളുകൾക്ക് ശേഷം എത്തപ്പം 5-6 പ്രാവശ്യം ഒരു ദിവസം കയറി ഇറങ്ങും. ഇപ്പൊ കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലായി ഗൈസ്. ഇതാണ് നമ്മളിപ്പോൾ കയറുന്ന തേരിയുടെ അവസ്ഥ. ഇങ്ങനെ കുത്തനൊരു തേരിയാണ്. അപ്പോൾ നമുക്ക് നടന്നേ ഇങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ ഗൈസ്. നമ്മളങ്ങനെ മാക്കിനെ തേരിയൊക്കെ കയറി നടന്ന് ലാസ്റ്റ് നമ്മൾ തറവാടിലെത്തിയിരിക്കണം. നിങ്ങൾ നമ്മളെ ബാക്കിൽ കാണുന്നതാണ് ഗൈസ് നമ്മൾ ജനിച്ചുള്ള തറവാട്. കിടിലൻ ഫീൽ തന്നെയല്ലേ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക്? പിന്നെ അല്ലാതെ നമ്മൾ ജനിച്ചുള്ള ആ ഒരു നേരത്തെ ഒക്കെ ഓർമ്മ. നേരത്തെ ഈ റബ്ബർ നിന്നിടത്തൊക്കെ മറ്റൊരു നല്ല പൊക്കളം, മറ്റൊരു കാറ്റാടി മരമാണ് നിന്ന്, അത് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ താന്ന് ഈ ഓടി ഒന്ന് തട്ടുമായിരുന്നു. ശരിയാണ്, ഓർമ്മ വരുന്നത്. ശരിയാണ്, നല്ല പൊക്കമുള്ള നമ്മള് മറ്റേ കയറൊക്കെ കെട്ടി ആടുവരുന്നത്. അത് അപ്പുറത്തല്ലേ? ഇതാണ് നമ്മള് വീട്ടിലോട്ട് വന്നപ്പോ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തതാണ് ആക്ച്വലി. ഇവിടെ നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്നത്, ഫുട്ബോൾ കളിക്കുന്നത്. എന്തൊരു നമ്മളന്ന് കൊച്ചല്ലേ, അപ്പൊ നമുക്ക് ഇത് വലിയൊരു ഗ്രൗണ്ട് പോലെയായിരുന്നു ആക്ച്വലി. ചേട്ടന്മാർക്ക് ബോൾ എറിഞ്ഞു കൊടുക്കണോ? ഇവിടെ വലിയൊരു ഫാമിലി ആയിരുന്നു, ഏകദേശം 10 കുടുംബം, അതായത് 10 മക്കളുണ്ടായിരുന്നു. അപ്പൊ 10 മക്കളും ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അംഗങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫാമിലിയാണ്. അപ്പോഴത്തേക്ക് ക്രിക്കറ്റ് കളിക്കണമെങ്കിൽ വെളിയിൽ നാളെ തപ്പണ്ട, എല്ലാം നമ്മൾ വീട്ടിന്റെ അകത്ത് തന്നെ ഉണ്ട്. നമ്മൾ കൊച്ചുകുട്ടികളുടെ നമ്മൾ ബോൾ ചെയ്ത് കൊടുക്കും, ചേട്ടന്മാർ അടിച്ചങ്ങ് അപ്പുറത്ത് ആ കാട്ടിലിടും. അവസാനം നമ്മൾ പോയി തിരിച്ചെടുത്തോണ്ടിരണം. അതായിരുന്നു നമ്മളെ പണി. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ക്രിക്കറ്റ് കളിക്കാൻ ചില ബോൾ ഇറങ്ങി താഴെ പോകും. താഴെ പോകുമ്പോഴത്തേക്ക് അങ്ങ് ഈ തേരി ഇറങ്ങി അങ്ങ് താഴെ ജസ്റ്റ് തോട്ടിലൊക്കെ അല്ലെങ്കിൽ ഇതുവഴി അങ്ങ് താഴെ തോട്ടി പോകും. അപ്പം എപ്പോഴും നമ്മളെ പണി അത് തന്നെ. ഇവിടുന്ന് ഓടിയൊക്കെ താഴെ ഇറങ്ങുന്നു, മേളിലോട്ട് കയറുന്നു, ഇതൊക്കെ തന്നെയാണ് നമ്മളെ പണി. പക്ഷെ ഇപ്പൊ ഒന്ന് കയറിയപ്പോ തന്നെ ക്ഷീണിച്ചല്ലേ. ഒറ്റ തവണ കയറിയപ്പോ തന്നെ ഇങ്ങനെ കിതച്ച് തുടങ്ങി ഗൈസ്. ഈ ഹോം ടൂറിലോട്ട് പോകാം, അതിന്റെ വിശേഷങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. ഇവിടെ വന്നപ്പോൾ കുറെ നെസ്റ്റൊക്കെ ഓർമ്മ വന്നു, അങ്ങനെയാണ് നമ്മളിത് പറഞ്ഞത്. ഇത് വീട് പുറത്തുനിന്ന് നോക്കുമ്പം ഓടിട്ട വീട് തന്നെ, പണ്ടേ ഓടി തന്നെയായിരുന്നു അവിടെ വിടാതെ. പണ്ടേ ഓടി തന്നെ. പിന്നെ കുമ്മായവും ഇത് മുട്ടേരെ വെള്ളം എന്തൊക്കെ ഉപയോഗിച്ചാണ് ഇത് പൂശിയിരിക്കണെന്നാണ് പറഞ്ഞത്. തന്നെ തോന്നുന്നു. ഇത് സിമെന്റ് അല്ല ഗൈസ് ഇതിനകത്ത് ചെയ്തേക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് ഈ തോണ്ടി ഇളക്കി വെച്ചിരിക്കണ ഇത് മണ്ണാണല്ലേ? മണ്ണ് കുമ്മായം അതൊക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പൊ നേരത്തെ ചേട്ടൻ നമ്മള് നടന്നു വന്നപ്പോ പറഞ്ഞ പോലെ തന്നെ ചുമന്നൊക്കെയാണ് പറഞ്ഞത്. പണ്ട് ഈ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തലയിലൊക്കെ ചുമന്നാണ് കല്ലും മണ്ണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എത്ര വർഷം എടുത്തല്ലേ ഇത് പണിത്? എത്ര വർഷം വീടിന്റെ അകത്തോട്ടൊന്ന് കയറാം. ഈ വീട് വെച്ചിട്ട് ഏകദേശം 80 വർഷം കഴിഞ്ഞു. പക്ഷെ പെയിന്റ് അടിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു പണി ഇതുവരെ വേറെ ഒന്നും ഇവിടെ ചെയ്തിട്ടില്ല. ശരിയാണ്, കഥയിലും ഈ ചുവരിലൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ട്. ഇതിന്റെ മുകളിലൊക്കെ നോക്കി ഇതിന്റെ ഇത് കാണാം, സീലിംഗ് പോലെ. ഇതെന്തോന്നാ റൂഫ് അല്ലേ ചെയ്തിരിക്കണം. ഇതെല്ലാം കൈൽപ്പണി ചെയ്തതാണല്ലേ, മെഷീൻ വർക്കൊന്നും അല്ല ഇത്. ഡിസൈനും അടിപൊളിയല്ലേ ഇത്. ഇപ്പോഴും ഇവിടെ ഒരു ഫാൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അതഴിച്ച് മാറ്റി. പിന്നെ ഈ കഥവ് ഇത് 6 മാസം കൊണ്ട് എന്തോ ചെയ്തതാണ്. 6 മാസം എടുത്തിട്ടാണ് ഇത് ചെയ്തത്. കാരണം ഇതിന്റെ വർക്ക് അങ്ങനത്തെ അന്ന് മെഷീനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇത് കാർപ്പന്റേഴ്സ് ഒക്കെ കാർവിങ് ചെയ്തുണ്ടാക്കിയതാണ്. ഇവിടുത്തെ വരാന്ത, ഇവിടെ നമ്മൾ പണ്ട് കുറച്ച് കസേരയൊക്കെ ഇട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ്. ടി വി ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ്. റൂമിന്റെ അകത്തായിരുന്നു. ഏകദേശം എത്ര പേര് 10-12 പേരിങ്ങനെ നേരം തിരുന്ന് നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ടി വി ഒക്കെ കണ്ട് ഫുള്ള് ചിരി ബഹളം തന്നെയായിരുന്നു. ഫസ്റ്റ് ബെഡ്റൂം പൂട്ടിന്റെ അവസ്ഥ ഇനിയിപ്പോ ഇതിനാന്ന് വെറുതെ പൂട്ട്. പിന്നെ ടോട്ടൽ എത്ര ബെഡ്റൂം ഉണ്ട്? 3-5 ഉണ്ടായിരുന്നു, ഇടയ്ക്ക് പൊളിച്ചൊക്കെ മാറ്റി. ഇവിടത്തെ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് 2 ജനലുണ്ട്. ഇവിടുത്തെ ഈ കതവി കൂടെ തുറന്നാണെങ്കിലും പുറത്തിറങ്ങാം. പിന്നെ ഇതിന്റെ അകത്ത് ഇങ്ങനെ ചെറിയൊരു മുറിയുണ്ട്, അവിടെ 2 ജനലുണ്ട്.
പിന്നെ ഇവിടെ നോക്കുമ്പോൾ വേറൊരു ജനലുണ്ട്. ഇത് അപ്പുറത്തെ മുറിയിലത്തേക്കുള്ളതാണെന്ന് തോന്നുന്നു. ഇവിടെയാണ് ടി വി വെച്ചിരുന്ന സ്പോട്ട്, ടി വി. പിന്നെ ഇവിടെയാണ് ലാൻഡ് ഫോൺ വെച്ചിരുന്നത്. ഇവിടെ മറ്റേ ഇങ്ങനെ കറക്കി വിളിക്കുന്നുണ്ടല്ലോ, കറക്കി അങ്ങനത്തെ ഒരു ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ടി വി അങ്ങനെ തന്നെ ഇപ്പോഴത്തെ LED ഉണ്ടല്ലോ, ബാക്കൊക്കെ ഇങ്ങനെ തള്ളിയല്ലേ ടി വി ഇവിടെ ഇരിപ്പുണ്ട്. ആ റൂം ബാക്ക് തള്ളിയ ഒരു TV ആയിരുന്നു ഇവിടെ ഇരുന്നത്. ഒനീടെ അങ്ങനെ എന്തായിരുന്നു എന്റെ പേരൊന്നും ഓർമ്മയില്ല കൈസ. പിന്നെ ഇവിടെ ഒരു ഫോൺ, ഇതാണ് നമ്മളെ ആളല്ലേ ഇവിടത്തെ ആള് പോലെ തന്നെ. ഇതുണ്ടായിരുന്നു അവിടത്തെ, അത് വരാന്ത, ഇത് ഹാള്. ഇവിടെ ഒരു ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയാ ലാൻഡ് ഫോൺ. 4 ഫോൺ ഉണ്ടായിരുന്നു. അപ്പുറത്തെ വീട്ടിലൊരു ഫോൺ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു നമ്പർ തന്നെയായിരുന്നു. നമ്പർ ഒന്നും. ഇത് ലൈറ്റ് ഉണ്ട് ഇവിടെ. കറണ്ട് അടിക്കോ? വയറിങ്ങൊക്കെ പഴയതാണ്. ബൾബില്ല. ശരിയാണ്, ബൾബും ഇല്ല. പിന്നെ എന്തിനാ സ്വിച്ച്? പിന്നെ ഇങ്ങോട്ട് പോയാ ഇതാണ് നമ്മളെ ബെഡ്റൂം. ഇതാണ് നമ്മളെ പഴയ, ഇതും തോന്നുന്നു ഇവിടെ തേങ്ങാപ്പുരയൊക്കെ ആക്കിയാണ് നമ്മളെ പഴയ ബെഡ്റൂമാണിത്. ചെറുതാണെന്ന് ഇപ്പൊ തോന്നുന്നു, പക്ഷെ നമ്മൾ 4 പേര് ഇവിടെ ആയിരുന്നല്ലേ. ഞാനും അമ്മയും പപ്പയും ഇവനും കൂടെ ഇവിടെ ആയിരുന്നു. ഇവിടെ നമ്മൾക്കൊരു ചെറിയ TV വെച്ചിട്ടുണ്ടായിരുന്നു, ഒരു കൊച്ചു TV. അതായത് പണ്ട് പപ്പ ആർമിയിൽ നിന്നപ്പോ ഒരു കൊച്ചു TV വെച്ചിട്ടുണ്ട്. വീട്ടില് പഴയ വീട്ടിൽ പുതിയ വീട്ടിലിരിപ്പുണ്ട് TV, ഒരു റേഡിയോ അവിടെ വെച്ചിട്ടായിരുന്നു. സൂപ്പർ ആയിരുന്നു ഗൈസ്. ഇങ്ങനെ ചെറിയൊരു പോരായിരുന്നു, അതിപ്പോ ബാത്റൂം ആക്കി, അറ്റാച്ച്ഡ് ബാത്റൂം ആക്കി. അതായത് ഇപ്പൊ ഇവിടെ വാടകയ്ക്കൊക്കെ കൊടുക്കണോണ്ട് ഇപ്പൊ ഇവിടെ ഇതിപ്പോ ഈ ഇടയ്ക്ക് ആക്കിയതാണ്. പണ്ട് ഇവിടെ താഴെയൊക്കെ ഒരുപാട് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ നെല്ലൊക്കെ കൊണ്ട് കൂട്ടിയിട്ടുള്ള സ്ഥലമായിരുന്നു ഗൈസ് അത്. ഗൈസ് പിന്നെ ഇതാണ് ഇവിടത്തെ ഡൈനിങ് ഏരിയ അല്ലേ. ഡൈനിങ് ഏരിയ. ഇവിടെ പുറത്തോട്ടൊരു ഡോർ. ശരിയാണ്. ഇവിടെ നമ്മളൊരു വലിയ ടേബിൾ ആയിരുന്നു. ആ ഒരു ടേബിളിൽ തന്നെ ഏകദേശം എത്ര 8-10 പേർക്ക് ഇരിക്കായിരുന്നു. അത്രയ്ക്ക് വലിയൊരു ടേബിളാണ് ഇവിടെ ഇട്ടിരുന്നത്. അതൊക്കെ ഇപ്പൊ ചെത്ത് പൊളിഞ്ഞു പോയി. ഇവിടുത്തെ ഫസ്റ്റ് അടുക്കള, ഇവിടെ 2 അടുക്കള ഉണ്ട്. അതിലെ ഫസ്റ്റ് അടുക്കളയാണ്. ഇത് നോക്കിയാൽ അതിന്റെ പൂട്ട് പഴയ മോഡല് ഇപ്പോഴും ഉണ്ടോ ഈ സാധനങ്ങള്? ഇല്ല, ഇപ്പൊ ഞാൻ കണ്ടിട്ടൊന്നും. ഇതൊന്നും കാണാൻ കിട്ടൂലല്ലേ? ഇതൊന്നും കൊള്ളല്ലേ ഇത്? എല്ലാത്തിനും ലോക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ലോക്ക് ഉണ്ടെന്നും പൂട്ടാക്കലെന്നേ ഉള്ളൂ ഇപ്പൊ. ഇത് ഇവിടത്തെ ഒരു ചെറിയ അടുക്കള. പിന്നെ ഇത് ഇവിടത്തെ മെയിൻ അടുക്കള. ഇവിടെ ഒരു ഉറി തൂക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. എവിടെയാ? ഇവിടെ. പിന്നെ ഈ പഴയ മോഡല് അമ്മിയൊക്കെ ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ. അമ്മിയൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് ആ പഴയ അടുപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇത് കണ്ടാ പഴയ മോഡൽ ലോക്ക്. ഇതൊക്കെ പിന്നീട് വെച്ചാണല്ലേ വാഷ് ബേസിനൊക്കെ മാറ്റി കാണുമെന്തോ ഓർമ്മയില്ല. ഇത് പിന്നെ പണ്ട് ഇതെന്തോന്നാണിത്? ഇത് ഉറിയൊക്കെ പോലത്തെ അല്ല, ഉറിയിലല്ലേ ഇതെന്തോന്നു മറ്റേ ഉഴുന്നൊക്കെ ആട്ടണ മറ്റേ സാധനം പോലെയൊക്കെ പേരെന്ന് അറിഞ്ഞൂടെ ഗൈസ്? അല്ലേ മുറുക്കാനൊക്കെ ഇടിക്കണതാണോ എന്തോ? അല്ല, ഇതിന് പേര് അറിയത്തുള്ള ഒരു കമന്റ്. ഇതിന്റെ പേരെന്തായാലും അവർക്ക് അറിഞ്ഞുകൂടാ. ഒരു തൊഴുത്തുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഇവിടെ വെച്ചാൽ ഒരുപാട് ആടും പശു പിന്നെ കോഴികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഒരു തൊഴുത്തൊക്കെ കെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അത് പൊളിഞ്ഞു പോയതാണല്ലേ. ഇത് പൊളിഞ്ഞു പോയി. പിന്നെ ഇതാണ് നമ്മളെ പഴയ ടോയ്ലറ്റ്. ഇതാണ് ഗൈസ്, പുറത്തുള്ള ടോയ്ലറ്റ്. ഗൈസ് ഇതാണ് ഇവിടുത്തെ കിണറെന്ന് പറഞ്ഞ ഒരു 1.5 കിണറാണല്ലേ. ഭയങ്കര ആഴമാണ്. ഇതിപ്പോ കാണിച്ചു തരാൻ പറ്റൂല, നെറ്റൊക്കെ ഇട്ടിരിക്കുകയാണ്. ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കുകയാണ്. നമ്മളെ പണ്ട് ക്രിക്കറ്റ് കളിക്കാൻ മാറുമ്പോണ്ടാ ഇടയ്ക്ക് വല്യപ്പന്റെ മോതിരം ഇതിന്റെ അകത്ത് വീണിട്ടുണ്ട്, സ്വർണ്ണ ക്രിക്കറ്റ് എടുത്ത് മിക്കപ്പോഴും ബോൾ ഇതിന്റെ അകത്ത്. അന്ന് നെറ്റ് തൊട്ടിട്ടില്ലായിരുന്നല്ലേ. പിന്നെ ഇവരൊക്കെ വല്യമ്മേരെയും കൊച്ചിന്റെ എല്ലാരെയൊക്കെ വായിരിക്കണ തെറിയൊക്കെ ആട്ടിട്ടാണ് അടുത്ത് കോരി എടുക്കാൻ വേണ്ടിയിട്ട്. കാല് പിടിച്ചാൽ പോലും ഇവരാരും തൊട്ടിട്ട് ബോൾ എടുത്ത് തരുമോ? നമുക്ക് എടുക്കാറുണ്ടല്ലോ, നമ്മള് കൊച്ചല്ലേ. പിന്നെ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കോരി നേരെ ഈ ഒരു സാധനത്തിലോട്ട് ഒഴിക്കും. ഇതാണ് ഇവിടുത്തെ. ഇവിടെ നിന്ന് നേരെ അകത്ത ഒരു ചെറിയ ടാങ്ക് പോലത്തെ സാധനം, അതിന്റെ അകത്ത് വെള്ളം കെട്ടിക്കിടക്കും. ബക്കറ്റിന്റെ ആവശ്യമില്ല, നമുക്ക് ഇവിടെ തന്നെ കോരി കുളിക്കാം. ഒരു ബാത്ത് ടബ് പോലത്തെ സെറ്റപ്പ്. കുറച്ചുകൂടെ ബാത്ത് ടബ് ആയിരുന്നു അന്ന്. ഇതൊക്കെ ഭയങ്കര വലുതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇപ്പൊ ഇതിനകത്ത് കയറുമ്പോൾ ഭയങ്കര ചെറുതുമല്ലേ. ഇപ്പൊ ഇത് കാണേണ്ട കാര്യം ഇതിങ്ങനെ ഓപ്പൺ ബാത്റൂം പോലെ ആയി. പിന്നെ ഇവിടെ മറ്റേ സോപ്പ് കാര്യങ്ങൾ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സെറ്റപ്പ് ഉണ്ടല്ലേ, അന്നേ എല്ലാ സെറ്റപ്പും ഉണ്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ സെറ്റപ്പുകൾ ഉണ്ട്. ഇവിടെ വേണ്ട കുറച്ച് തുണിയൊക്കെ തൂക്കാനുള്ള സാധനങ്ങള്, ഷവർ, പണ്ടത്തെ ഷവർ ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഇത് പഴയ ഒരാൾ ഇവിടെ കിടപ്പുണ്ട്. അത് മറിച്ചിട്ടാണോ? അത് മറിയൊന്നുമില്ല, അറിയില്ലല്ലേ. ഇത് എന്തിനകത്ത് തിരിച്ചിട്ടിരിക്കണം? അന്നും കയറി ഇരിക്കാതിരിക്കാൻ. പിന്നെ വേറെ ഒരു വലിയ കുറെ ഇതേപോലത്തെ ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ പലരായിട്ട് കൊണ്ടുപോയി. അത് ശരിയാണ്. പണ്ട് ഭരണി. പിന്നെ ഈ അടുക്കള ഇവിടെ തീരൂലായിരുന്നു, ഈ അറ്റം വരെ ഉണ്ടായിരുന്നു. ഈ അടുക്കള ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ ഉണ്ടായിരുന്നു, ഈ വരെ. പിന്നീട് അത് പൊളിച്ച് മാറ്റിയതാണ്. അല്ലേ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് മുമ്പേ ജനിച്ച ഇവരാണ്. എനിക്കും ഓർമ്മയൊന്നുമില്ല. ഇതൊക്കെ പറഞ്ഞ് കേട്ടുള്ള അറിവാണ് പലതും. ആണല്ലേ? എല്ലാം കൊള്ളാം, നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. ഇപ്പൊ പഴയ കുറെ കാര്യങ്ങൾ ഇവിടെ വന്നപ്പോ തന്നെ ഓർമ്മ പറഞ്ഞു. ഇങ്ങോട്ടൊന്നും വരാറില്ല ആരും. ഏകദേശം ചുറ്റും ഏകദേശം 10 ഏക്കർ ഈ വീട്ടിന്റെ മാത്രമാണ്. ഈ വീട് വരുന്ന സ്ഥലമാണ്. ഇപ്പൊ ഏകദേശം ഒരു 10-15 ഏക്കർ. കറക്റ്റ് എനിക്കൊരു അറിഞ്ഞൂടാ.
അന്ന് ഇത് തന്നെ ആയിരുന്നല്ലോ ഇവിടെ കൃഷിയും താഴെയൊക്കെ നെൽപ്പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ ക്യാരി കാരണം നെല്ല് കുരുമുളക് അങ്ങനെ ഇഷ്ടംപോലെ കൃഷികളൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഇവർക്ക്. പിന്നെ ഈ വീടിൻ്റെ വേറൊരു മെയിൻ സംഭവമുണ്ട്, ഒരു ട്വിസ്റ്റ്. അത് നിങ്ങൾക്ക് ഇതുവരെ കാണിച്ചില്ല, അത് കാണിച്ചു തരാം. നമുക്ക് പണ്ട് എപ്പോഴും നമ്മൾ കൗതുകത്തോടെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ ഒളിച്ച് സാറ്റ കളിക്കുമ്പോൾ നമ്മൾ എപ്പോഴും കയറി ഒളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് പത്തായപ്പോര അല്ലെങ്കിൽ തട്ടുംപുറ അല്ലെങ്കിൽ മച്ചിൻ്റെ മേളിൽ എന്നൊക്കെ പറയും. അതിവിടെ ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ തിരിച്ചെടുത്ത ചടക്കി. പിന്നെ ഇവിടെ ഞാൻ വേറെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ എല്ലാ കഥവിൻ്റെയും മേളിൽ കൂടെ നമുക്കിങ്ങനെ കുനിഞ്ഞേ പോകാൻ പറ്റുള്ളൂ ഗൈസ്, അല്ലെങ്കിൽ നമ്മളെ തല തട്ടും. അതെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയിരിക്കണമെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ. എല്ലാ കഥവും അങ്ങനെയല്ലേ. പണ്ട് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മച്ചിൻ്റെ മേളിലോട്ട് കയറാനുള്ള ആ ഒരു വഴി. പേടിക്കണ്ട. പിന്നെ ഇത് ഒരു ബെഡ്റൂം ആയിരുന്നല്ലേ? ഇത് ഒരു ബെഡ്റൂമായിട്ട് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റേ കൊളുത്തും റൂമൊക്കെ ഉണ്ട്. ഇവിടെ പഴയ വീട്ടിലാണെങ്കിലും അല്ലേ പുറത്തിറങ്ങാം. ചോർച്ചയൊക്കെ ഉണ്ടായിരുന്ന എന്താ ഇവിടെ? ചോർച്ചയൊന്നും വന്നിട്ടില്ല. ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ പുറത്തോട്ടിറങ്ങാൻ കഴിച്ചു. എല്ലാ റൂമിൽ നിന്നും ഇതേപോലെ ഒരു ഇതുണ്ടല്ലേ? എല്ലാ റൂമിൽ നിന്നും പുറത്തിറങ്ങാനുള്ള സെറ്റപ്പ് എമർജൻസി എക്സിറ്റ് വ്യൂ തന്നെ എല്ലാ റൂമിലും ഉണ്ടോ? നമ്മള് റബ്ബർ തോട്ടമൊക്കെ കാണാം ഇവിടെ. ഇതൊക്കെ നമ്മൾ റബ്ബർ തോട്ടമൊക്കെ റബ്ബർ കൃഷിയൊക്കെ ഇവിടെ കാണാം ഗൈസ്. ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള വീടിന്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ വീട്ടിന്റെ കൂടെ ഉള്ളത് തന്നെ. ഇത് നമ്മുടെ വല്യപ്പനും ചേട്ടനൊക്കെ താമസിച്ചിരുന്നോ. കമ്പ്യൂട്ടർ ഒക്കെ വെച്ചിരുന്നു, ഓർമ്മ ഉണ്ടോ? കമ്പ്യൂട്ടർ ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് അന്ന്. അപ്പം ഈ വീട്ടിന് ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന്റെ അകത്ത് ഡോർ അടച്ചു കഴിഞ്ഞാൽ ഒരു തുള്ളി വെട്ടം അതിന്റെ അകത്തുള്ളൂ, ഫുൾ ഇരുട്ടറിയും. അപ്പൊ ചേട്ടൻ നമ്മളെ ഇതിന്റെ അകത്ത് കൊണ്ടിട്ടിട്ട് ജിറാസി പാർക്ക് അന്ന് ഭയങ്കര സൗണ്ടിലിട്ട് നമ്മളെ 2005 നമുക്ക് അന്നൊക്കെ 5-6 വയസ്സ്. അന്ന് ഇവിടെ ഹോം തിയേറ്റർ ഉണ്ട്. ഹോം തിയേറ്റർ ഒക്കെ വെച്ച് കമ്പ്യൂട്ടർ ആകെ ബഹളം തന്നെയായിരുന്നു. ഇങ്ങോട്ടോ ഇതുവഴി കയറാം. ഇവിടെ ബാക്ക് ഇത് കാണിക്കുന്നു. പിന്നെ ബാക്ക് കാണിച്ചിരുന്നു. നമ്മളെ വിറകൊക്കെ ഇട്ടുന്ന സ്ഥലമുണ്ട്. വിറവ് ഇട്ടിരുന്ന ഇവിടെ തൊട്ട് കയറി ഇനി ആ ഒരു തട്ടിന്റെ മേലെ ഇതിപ്പോ ഇവിടെ സ്റ്റെപ്പാണെന്നോ ചവിട്ടിയാൽ കയറാം. പുറത്ത് അതിന്റെ തൊട്ട് കയറിയാണ് ഇതിനകത്ത് എലിയാണോ പാമ്പാണോ എനിക്കൊരു പിടുത്തം ഇല്ല. ഇതിനകത്ത് ഇരുട്ടുവാണെന്ന് തോന്നുന്നു. ഇന്നത്തെ കാര്യം കയറാറുണ്ടോ? അത് തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യാം. കയറിക്കോ. റോഡ് ഞാൻ കയറാൻ എങ്ങനെ ക്യാമറ എടുക്കും? കയറിക്കോ ഓടും. സ്റ്റെപ്പൊക്കെ ഇപ്പോഴും തടിയിലാണ് ഗൈസ്. സ്ട്രോങ് ആണല്ലേ തടിയല്ലേ സ്റ്റെപ്പ്? സ്റ്റെപ്പുകളാ? ശരി അതാ ഇവിടെ നിന്ന് നോക്കിയാൽ താഴോട്ടൊക്കെ കാണാം. ഞങ്ങൾ നമ്മളെ മച്ചിന്റെ മേളിലോട്ട് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇല്ലല്ലേ? പണ്ട് നമ്മളിവിടെ മറ്റേ ഉറുമി അതൊക്കെ ഉണ്ടായിരുന്നു. ഉറുമി, പിന്നെ ഈ പറഞ്ഞ പോലെ വാള്, അതുപോലെ ഭരണി, അച്ചാറ് കിട്ടൊക്കെ വയ്ക്കും. ഇപ്പൊ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ എന്തോ പഴയതൊക്കെ ഇരിപ്പുണ്ട്. ഒരു കൽപ്പട്ടി എന്തോ അത് തുറന്നു നോക്കിയാലോ? എന്തോ നാട്ടർ എന്തോ ഇരിക്കുന്നു. ഇതെന്തോന്ന് സാധനം? ഇതെന്തോന്നാണിത്? എന്താണ്ട പപ്പടമൊക്കെ പൊരിക്കുന്ന സാധനമൊക്കെ ഇരിക്കണം. പിന്നെ ഇത് നമ്മാട്ടിയുടെ ഒക്കെ ഇതാണെന്ന്. ഈ പെട്ടി ഇതായിരിക്കും. ഇവിടെ പെട്ടി എന്നാലും തുറന്നു നോക്കുവാ. പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസ്, പിന്നെ കുറച്ച് പെട്ടിയൊക്കെ ഇരിപ്പുണ്ട്. ആ പെട്ടിയൊക്കെ തുറക്കാൻ അവന് പേടിയാണ്. എനിക്കും പേടിയാണ്, അതുകൊണ്ട് ഞാനും തുറക്കുന്നില്ല. പിന്നെ അതാണ്ട് ഇങ്ങനെ ഇതൊക്കെ എന്താണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞൂടെ? നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഇതിൻ്റെയൊക്കെ പേരെന്താണെന്ന്. ഇത് ഇത്രയും തട്ടിൻ്റെ മേളിലുള്ളത്. ഷീറ്റൊക്കെ കുറച്ച് ഉണങ്ങാൻ കൊണ്ടിട്ടിട്ടുണ്ട്. പിന്നെ മണ്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വാടകയ്ക്ക് ആൾക്കാർ അതൊക്കെ എടുത്ത് മാറ്റി കാണും. എന്തായാലും ഈ റബ്ബർ ഷീറ്റ് എന്തിനാണ് ഇതിൻ്റെ മണ്ടേ കൊണ്ടിട്ടിരിക്കണേന്നാണ് എനിക്ക് പിടികിട്ടാത്ത. അതായത് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. ഇത് പ്രത്യേകിച്ചൊന്നും കാണിക്കുകയില്ല. പിന്നെ പെട്ടി തുറക്കാൻ വയ്യ, അതുകൊണ്ട് തുറക്കുന്നില്ല. അതുപോലെ പാമ്പ് വലിയൊന്നും ഇല്ലായിരുന്നു. സേഫായിട്ട് പോയി മനസ്സിലായിരുന്നു എന്തായാലും. ഈ വീട്ടിലെ മെയിനായിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. പിന്നെ ഈ മുറ്റത്ത് വെച്ച് രാവിലെ കളർ പഠിപ്പിക്കുമായിരുന്നു പണ്ട്. കളർ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആശയമൊക്കെ വരുമായിരുന്നു എന്നൊക്കെ പറയണേക്കാം. ഇവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു. അല്ല ആക്ച്വലി ഇവിടെ ഒരു ബുക്ക് ഇരിപ്പുണ്ട്. അത് നമ്മൾ നോക്കിയപ്പോൾ 1950 മേളിലുള്ള ഡാറ്റ ഒക്കെ ഇട്ട് കൃഷി ഇറക്കേണ്ട സമയം, പിന്നെ കളരി,
പിന്നെ എന്താ ശത്രുക്കൾ അങ്ങനെ ബ്രിട്ടീഷുകാരെ പറ്റി എന്തൊക്കെയാണ് അതിൻ്റെ അകത്തൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല കേസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരായിരുന്നു. വേറെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് ഇവിടെ താമസിക്കുമ്പോൾ ഒരു 6 മണിക്ക് ശേഷം കറണ്ടൊന്നും കാണില്ല, കറണ്ട് കാണില്ല, അല്ലെങ്കിൽ വോൾട്ടേജ് കാണില്ല. പിന്നെ മിക്ക ദിവസം കറണ്ട് കാണില്ല. അപ്പോൾ പിന്നെ ഫുൾ ഇരുട്ടാണ്. ഇവിടെ ഒന്നും സ്ട്രീറ്റ് ലൈറ്റും ഇല്ല, ചുറ്റുവട്ടത്തൊന്നും ആരുമില്ല. ഇപ്പോൾ തന്നെ താഴേക്കുള്ള വീടുകൾക്ക് ഈ ഇടയ്ക്ക് വന്നതാണ്. അപ്പം രാത്രിയാകുമ്പോൾ ആ കാട്ടിൽ നിന്ന് ഓർമ്മയുണ്ട് ഊളൻ്റെ ഒക്കെ ഒരു ഓരിയിടക്കോ രാത്രിയൊക്കെ കിടക്കാനൊക്കെ പേടിയാണ് കേസ്. അങ്ങനെ നമ്മളെ കൊച്ചല്ലേ, ഭയങ്കര പേടിയായിരുന്നു നമുക്ക്. പിന്നെ അതിനെപ്പറ്റി ഇപ്പോഴാണ് ആലോചിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫീലും പേടിയും കാര്യങ്ങളും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്നിൻ്റെ സൗണ്ടൊന്നും കേൾക്കാറില്ല. ഇപ്പോൾ അതൊക്കെ വംശനാശം സംഭവിച്ചു പോയെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ കുറുക്കയില്ല, കുറുനരി എന്നാണ് പറയുന്നത്, കുറുക്ക ഇല്ലെന്നാണ് പറയുന്നത് ഇപ്പം. ഗൈസ്, അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ വെക്കുക. ബൈ.